ഗുഡ് മോർണിംഗ്. ടീച്ചർ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചെടി കണ്ടോ? ഏതാണ് ഈ ചെടി? ബൊഗെയിൻവില്ല. അപ്പം ഈ ബൊഗെയിൻവില്ലയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇപ്പോൾ ഭയങ്കര വേനലാണ്, വെയിലാണ്, ഒട്ടും മഴയില്ല. പക്ഷേ ഈ ബൊഗെയിൻവില്ല മനോഹരമായിട്ടിങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അപ്പം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ശക്തമായി നല്ല ഇലകളോടെ പൂത്ത് നിൽക്കുവാൻ കഴിവുള്ള ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല. അതിന് പുറകിലായിട്ട് ഒരു മാവുണ്ട്. ആ മാവെ പിടിച്ചാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ ബൊഗെയിൻവില്ല നമുക്ക് നൽകുന്ന പാഠം എന്താണെന്നറിയാമോ? ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കണം, അല്ലാതെ പെട്ടെന്ന് വാടി തളർന്നു പോകുന്നവരാകരുത്. അപ്പം നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് അത് സന്തോഷമുള്ളതായിരിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് കിട്ടുന്ന സപ്പോർട്ടെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ, മുതിർന്നവരെ, നമ്മുടെ സ്കൂള്, അങ്ങനെയെല്ലാം നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് നമ്മളെ വളരെ നന്നായിട്ട് താങ്ങും. അപ്പം ഏത് ചെറിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും തളരാതെ നന്നായിട്ട് മുമ്പോട്ട് പോകണം. അപ്പം നന്നായിട്ട് പഠിക്കണം. മുതിർന്നവരാണെങ്കിൽ പ്രതിസന്ധി തളരരുത്, സന്തോഷത്തോടെ ജീവിക്കണം. ചെറിയ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ മനസ്സിന് ശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നന്നായിട്ട്. ഏത് ദൈവത്തോടാണേലും നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരിക്കലും നമ്മൾ തളർന്നു പോവുകയില്ല. അപ്പം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശക്തി, പ്രയർ. ഏത് ദൈവത്തോടാണേലും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടും. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും കുറച്ച് നേരം മൗനമായിട്ടിരുന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ശക്തി പ്രാപിച്ചിട്ട് പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഈ ബൊഗെയിൻവില്ല അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ മാവേൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഈ കൊടും വെയിലത്തും പുഷ്പിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പം താങ്ക് യു ചിൽഡ്രൻ.